ബെറ്റിംഗ് ആപ്പുകൾ പ്രോത്സാഹിപ്പിച്ചതിൽ സിനിമാ താരങ്ങൾക്കെതിരെ കേസെടുത്ത് തെലങ്കാന പോലീസ്. റാണ രഘുപതി, വിജയ് ദേവരക്കൊണ്ട, പ്രകാശ് രാജ് എന്നിവർ ഉൾപ്പെടെ 25 പേർക്കെതിരെയാണ് നടപടി. നമസ്കാരം. ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു വാർത്തയാണ് ഞാൻ ഈ കാണിച്ചത്. ഈ വാർത്ത കണ്ടപ്പോൾ ഇതേപോലെ ഒരു സംഭവം നമ്മുടെ നാട്ടിലും കൂടി നടന്നായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. കാരണം ഇവിടെയും കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, തലക്കനം പിടിച്ച് നടക്കുന്ന കുറെ ഇൻഫ്ലുവൻസേഴ്സ്. അവരങ്ങ് നാട് നന്നാക്കാൻ ഇറങ്ങിയേക്കുകയാണെന്നാണ് അവരുടെ വിചാരം. അവരുടെ ആ തലക്കനവും കൂടി ഒന്ന് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കണം. അപ്പൊ ഏതായാലും നമുക്ക് ആ വാർത്തയുടെ മുഴുവൻ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടു നോക്കാം. ഉന്മേഷ്, വിവിധ ബെറ്റിംഗ് ആപ്പുകളുടെ പരസ്യത്തിൽ അഭിനയിച്ചതിന്, അതിനെ പ്രൊമോട്ട് ചെയ്തതിനാണ് ഇപ്പോൾ തെലങ്കാന പോലീസ് ഈ താരങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഏതാണ്ട് 25 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ വിജയ് ദേവരകൊണ്ട, ഒപ്പം തന്നെ റാണ രഘുപതി, പ്രകാശ് രാജ്, മഞ്ജു ലക്ഷ്മി, ഒപ്പം തന്നെ നിധി അഗർവാൾ അടക്കമുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഒപ്പം 12 സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഈ പരാതി നൽകിയിരിക്കുന്നത് തെലങ്കാനയിലുള്ള ഒരു ബിസിനസ്സുകാരനാണ്. നിരവധി ആളുകളെ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ കാട്ടി അല്ലെങ്കിൽ താരങ്ങൾ അഭിനയിക്കുന്ന പരസ്യങ്ങൾ കണ്ടുകൊണ്ട് ഈ ബെറ്റിംഗ് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു, അതിൽ പണം നഷ്ടപ്പെടുത്തുന്നു, താൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇതുവഴി പണം നഷ്ടമായിട്ടുണ്ട് എന്ന് കാട്ടിയാണ് ഇയാൾ പരാതി നൽകിയിരിക്കുന്നത്. കേസെടുത്ത പോലീസ് എന്തായാലും അന്വേഷണം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെയും ഇതിനോടകം തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള ചൂതാട്ട നിയമം, രാജ്യത്തെ ചൂതാട്ട നിയമം ഇവർ തെറ്റിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. തെലങ്കാന ഗവൺമെന്റ് എടുത്ത തീരുമാനം അടിപൊളി തീരുമാനം. കാരണം ഇൻഫ്ലുവൻസേഴ്സ് ആണ്, നടന്മാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇവർ ശരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് വേണം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് പകരം ഇവന്മാർ കാശിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള തറ ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യും. ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തേണ്ടത് ഇൻഫ്ലുവൻസേഴ്സിനെയാണ്. അവന്മാരാണ് ഈ പരിപാടി എല്ലാം കാണിച്ചു കൂട്ടുന്നത്. നടന്മാർ പിന്നെ വളരെ കുറച്ച് മാത്രമേ ഉള്ളെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇൻഫ്ലുവൻസേഴ്സിൽ 90% ഇതുപോലുള്ള ആപ്പിന്റെ പ്രൊമോഷൻ ഏറ്റെടുത്തേക്കാണ്. ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ചിട്ട് അങ്ങ് ആപ്പ് പ്രൊമോട്ട് ചെയ്യാണ്. അവന്മാർ പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തോന്നും പാവങ്ങളെ അങ്ങ് സഹായിക്കണം എന്നുള്ള മനസ്സുകൊണ്ട് അവന്മാർ പ്രൊമോട്ട് ചെയ്യുന്നതാണെന്ന്. എന്നിട്ട് അവരുടെ തന്നെ ഫോളോവേഴ്സിന്റെയും സബ്സ്ക്രൈബേഴ്സിന്റെയും ഒക്കെ തന്നെ പൈസ ഇല്ലാതാക്കി കളയാണ്. എന്നിട്ട് ഈ മണ്ടന്മാരായിട്ടുള്ള ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും എന്ത് ചെയ്യും? ഇവന്മാരെ ഇത് ചെയ്യുന്നത് കാണുമ്പോൾ പറയുന്നത് സത്യമാണ്, ഇവന്മാരെ വിശ്വസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും അങ്ങ് ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിനകത്തൊക്കെ കൊണ്ടുപോയി അങ്ങ് പൈസ നിക്ഷേപിക്കും. അവസാനം കയ്യിലെ പൈസ പോയിട്ട് കിടന്ന് കരഞ്ഞു നിലവിളിച്ച് ഇവന്മാരുടെ അടുത്ത് പരാതി പറയാൻ ചെന്ന് കഴിഞ്ഞാൽ അന്നേരം ഇവന്മാർ കൈമലർത്തും, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞോണ്ട്. എന്നിട്ടൊരു പറച്ചിലുണ്ട്, നിങ്ങളോട് ഞാൻ സൂക്ഷിച്ചു കളിക്കണമെന്ന് പറഞ്ഞതല്ലേ, സൂക്ഷിച്ചു കളിച്ചായിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും വരുമായിരുന്നോ? നിങ്ങൾ സൂക്ഷിച്ചു കളിച്ചില്ല, നിങ്ങളുടെ കയ്യിലെ തെറ്റാണ്. സൂക്ഷിച്ചു കളിച്ചായിരുന്നെങ്കിൽ നിങ്ങളുടെ പൈസ പോവില്ല എന്ന് പറഞ്ഞ് കുറേ ന്യായീകരണങ്ങൾ അങ്ങ് ഇറക്കും. നമ്മുടെ നാട്ടിൽ കുറേ എണ്ണം ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിലുള്ള മലയാളം ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം വേറൊരു സംസ്ഥാനത്ത് നടന്നതാണെങ്കിലും ഒരുപക്ഷെ അവിടെ നടക്കുന്നത് കണ്ട് അനുകരിക്കണമല്ലോ എന്നുള്ള ഒരു തോന്നൽ വെച്ച് നമ്മുടെ ഇവിടെയും ഗവൺമെന്റ് ഇങ്ങനത്തെ ഒരു കാര്യം നടപ്പാക്കി കഴിഞ്ഞാൽ, ഇങ്ങനെ കേസുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കുടുങ്ങും. കുറേ എണ്ണം ഉണ്ട് നമ്മുടെ നാട്ടിൽ. മല്ലു ഫാമിലി, അതുപോലെ വേറെ ചില ആപ്പുകളുണ്ടല്ലോ, ഫ്രണ്ട് ആപ്പ് പോലെയുള്ള ഡേറ്റിംഗ് ആപ്പുകൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന കുറേ എണ്ണങ്ങൾ, അതുങ്ങളും കുടുങ്ങും. ജാസ്മിൻ ജാഫർ, എത്ര എണ്ണമാണ്, എത്ര പറഞ്ഞാൽ ഇവർക്കൊന്നും മനസ്സിലാവത്തില്ല. ഇവരുടെയൊക്കെ വിചാരം സബ്സ്ക്രൈബേഴ്സ് വേണമെങ്കിൽ അടിമകളെ പോലെ അവരുടെ പുറകെ പൊക്കോണം. അവർ ചെയ്യുന്നത് എല്ലാം നല്ല കാര്യമാണ്. അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും, എന്ത് ആറ്റിറ്റ്യൂഡ് ഇട്ടാലും, എന്ത് ജാട കാണിച്ചാലും, എന്ത് തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാലും അവരുടെ പുറകെ വാലാട്ടി നമ്മൾ ചെന്നോണം. ഒന്ന് അത്യാവശ്യം ഫേമസ് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ വിചാരം അവരാണ് ഏറ്റവും വലിയ കാര്യം, അവരാണ് സൂര്യൻ. ഈ സൂര്യന് ചുറ്റും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളാണ് ഫോളോവേഴ്സ്. അപ്പോൾ അവരുടെ ചുറ്റും വേണമെങ്കിൽ കിടന്ന് കറങ്ങിക്കോളും, അവരെന്ത് വേണമെങ്കിലും കാണിക്കും. ആ ഒരു മൈൻഡ് സെറ്റിലാണ് അവർ ഫോളോവേഴ്സിനോട് പെരുമാറുന്നത്. ഇങ്ങനെയൊക്കെ പെരുമാറി കഴിഞ്ഞാലും ചില ആൾക്കാർ വാലുവാട്ടി അവരുടെ പുറകെ അങ്ങ് പോവും. അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് വിശ്വസിക്കും, വേദവാക്യം പോലെ അതങ്ങ് എടുക്കും. സത്യത്തിൽ ഇതുപോലെയുള്ളതുങ്ങളെയൊന്നും ഇൻഫ്ലുവൻസേഴ്സ് എന്നൊന്നും വിളിക്കരുത്. ആ പേരിന് തന്നെ അപമാനമാണ്. ഇവരൊക്കെ എവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സ് ആണ്? അത്യാവശ്യം കുറച്ച് വീഡിയോസൊക്കെ, നല്ല വീഡിയോസൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം ഒന്ന് ഫേമസ് ആയപ്പോഴേക്കും അവരങ്ങ് ഇൻഫ്ലുവൻസേഴ്സായി. എന്ത് ഇൻഫ്ലുവൻസ് ആണ് അവർ സൃഷ്ടിക്കുന്നത്? നല്ല ഇൻഫ്ലുവൻസ് സൃഷ്ടിക്കുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും. അവർക്കൊന്നും വളർച്ചയില്ല. അതിന് പകരം ഇതുപോലെ ഉടായ്പ് കാണിച്ച് ആൾക്കാരുടെ പൈസ
പറ്റിച്ച് ആൾക്കാരെയും പറ്റിച്ച് ഫോളോവേഴ്സിനെയും ചതിച്ച് വഞ്ചിച്ച് നടക്കുന്ന കുറേ എണ്ണമുണ്ട്. അവർക്കൊക്കെ ഇഷ്ടം പോലെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സുമാണ്. നമ്മൾ ആരെങ്കിലും അവരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും നമുക്ക് അസൂയാണെന്ന്. എന്ത് അസൂയ? ഇതുപോലെ പറ്റിച്ചും വഞ്ചിച്ചും ജീവിക്കുന്നത് കാണുമ്പോൾ എന്ത് അസൂയാണ് തോന്നുന്നത്? ശരിയായിരിക്കാം, അവർ കുറച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ പറ്റിച്ചുണ്ടാക്കിയ കാശല്ലേ. അങ്ങനത്തെ പറ്റിച്ചുണ്ടാക്കിയ കാശൊന്നും നമുക്ക് വേണ്ട. അത് കണ്ടിട്ട് ഒരു അസൂയയും തോന്നുന്നില്ല. എത്ര പറഞ്ഞാലും എത്രയൊക്കെ കേട്ടാലും എത്രയൊക്കെ അനുഭവം ഉണ്ടായി കഴിഞ്ഞാലും ആൾക്കാർ പഠിക്കാൻ പോകുന്നില്ല. നാളെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇവരൊക്കെ ഇതുപോലുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ജെന്യുവിനാണ്, ട്രസ്റ്റ് വർത്തി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ പിന്നെയും ഇതിനകത്തൊക്കെ കൊണ്ടുപോയി പൈസ ഇടും. കാരണം ഇവർക്കൊക്കെ വലുത് നമ്മുടെ ഇൻഫ്ലുവൻസർ ചാനലിലോ. ആ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന വാക്കിനോടെങ്കിലും കുറച്ചൊന്ന് നീതി പുലർത്താൻ നോക്ക്. കേരളത്തിലുള്ള കുറേ എണ്ണമുണ്ട്. അവർ ചാരിറ്റി ചെയ്യുവാണെന്നാണ് അവർ വിചാരം. പക്ഷെ ഒരു ചാരിറ്റിയും അല്ല ചെയ്യുന്നത്. ചാരിറ്റി ചെയ്യുവാണ്, ആൾക്കാർക്ക് കുറച്ച് പൈസ ഉണ്ടാക്കിക്കോട്ടെ, ആ ഒരു രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ട് സബ്സ്ക്രൈബേഴ്സിന്റെ പൈസ അവരില്ലാതെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്, കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ വഞ്ചിക്കുന്നതിന് അവർക്ക് പ്രതിഫലം ലക്ഷക്കണക്കിന് രൂപ. നമുക്ക് എന്ത് പ്രതിഫലം കിട്ടുന്നുണ്ട്? ഇവരുടെയൊക്കെ ഈ വീഡിയോസൊക്കെ കണ്ട് നമുക്ക് എന്ത് പ്രതിഫലം കിട്ടുന്നുണ്ട്? ഒന്നും കിട്ടുന്നില്ല. നമുക്ക് കാശ് നഷ്ടം, മാനനഷ്ടം, സമയനഷ്ടം, ഇതൊക്കെയല്ലേ കിട്ടുന്നത്.